ഈ തുർക്കിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുകയാണ്. അതായത് പാകിസ്ഥാന് തങ്ങൾ ഒരായുധങ്ങളും നൽകിയിട്ടില്ല എന്നും അത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കാൻ വേണ്ടിയിട്ട് ആരോ ബോധപൂർവം ഇത് പ്രചരിപ്പിക്കുന്നതാണെന്നും പാക് മാധ്യമങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് തുർക്കിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. തുർക്കി പ്രസിഡന്റിന്റെ അതായത് പ്രസിഡൻസീസ് ഡയറക്ടറേറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ് ഇപ്പോൾ ഇത് നിഷേധിച്ചിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ ഒരു ആയുധങ്ങളും കൊടുത്തിട്ടില്ല. തുർക്കിയുടെ ഒരു വിമാനം അവിടെ ഇറങ്ങി എന്നുള്ളത് ശരിയാണ്. C-130E എന്ന് പറയുന്ന വിമാനം അത് പക്ഷേ റീഫ്യൂവൽ ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങിയതാണ്, അല്ലാതെ പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുക്കാനായിട്ട് ഇറങ്ങിയതല്ല. പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇതാ കണ്ടില്ലേ, തുർക്കി ഞങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾക്ക് ആയുധം എത്തിച്ചിരിക്കുന്നു, കാണൂ ഇന്ത്യക്കാരെ കാണൂ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിയൊക്കെ ആയിരുന്നു. അവരുടെ മാധ്യമങ്ങളൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തു. ഇന്ത്യൻ മാധ്യമങ്ങളിൽ വാർത്ത വന്നു. അതേ തുടർന്ന് നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്തു. ഇന്റർനാഷണൽ മീഡിയാസിൽ വാർത്ത വന്നു. തുർക്കിയുടെ മുട്ടിടിക്കാൻ തുടങ്ങി. കാരണം തുർക്കിക്ക് അങ്ങനെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനൊന്നും പറ്റില്ല. തുർക്കിക്ക് പരമാധികാരം പരിമിതമാണ്. തുർക്കി ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് അമേരിക്കയുടെ ആണവായുധങ്ങൾ ഹോൾഡ് ചെയ്യുന്ന അമേരിക്കൻ സൈനികർക്ക് സൈനിക ക്യാമ്പുകളുള്ള ഒരു രാജ്യത്തെ പൂർണ്ണമായും ഒരു പരമാധികാര രാജ്യമെന്ന് പറയാൻ പറ്റുന്നത്? തുർക്കിയിൽ അമേരിക്ക ആണവായുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. തുർക്കിയിൽ അമേരിക്കൻ സൈനികർക്ക് താവളങ്ങളുണ്ട്. തുർക്കി ഒരു നാറ്റോ മെമ്പറാണ്. ആ തുർക്കിക്ക് എവിടെ നിന്നാണ് പൂർണ്ണമായും തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുന്നത്? അമേരിക്കയുടെ മറ്റു പല സാമന്ത രാജ്യങ്ങളെയും പോലെ ഒരു രാജ്യം മാത്രമാണ് തുർക്കി. ജപ്പാനെ പോലെ, അല്ലെന്നുണ്ടെങ്കിൽ സൗത്ത് കൊറിയയെ പോലെ, അത്രയൊക്കെ ഉള്ളൂ തുർക്കി. പിന്നെ നാറ്റോ മെമ്പർ കൂടിയാണ്. തുർക്കിയുടെ വിമാനം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ C-130E വന്നത് റീഫ്യൂൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ ഇറങ്ങിയത്. ചിലപ്പോൾ തുർക്കി പറയുന്നത് സത്യമായിരിക്കും. പക്ഷെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇതിനെ വളച്ചൊടിച്ചിട്ട് എന്ത് ചെയ്തു? തുർക്കി ഇത് ആയുധങ്ങളുമായിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പ്രചരിപ്പിച്ചു. ഇന്ത്യൻ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. ഇതോടെ തുർക്കി മറുപടി പറയേണ്ട അവസ്ഥയിലേക്കായി. ലോകരാജ്യങ്ങൾ തുർക്കിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? നാറ്റോ രാജ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ അങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ തുർക്കിക്ക് മറുപടി പറയേണ്ടി വരും. മാത്രമല്ല, ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ വഷളാക്കാൻ തുർക്കി ആഗ്രഹിക്കുന്നില്ല എന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് കാണുന്നത്. മാത്രമല്ല, എർദോഗൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ MP-മാരോടും പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാതെ വാചകം അടിക്കാൻ പോകരുത്, അന്താരാഷ്ട്ര വിഷയങ്ങളിൽ പ്രതികരിക്കുമ്പോൾ കരുതലുണ്ടാകണമെന്നും. കാരണം ഒരു MP-യുടെ സ്റ്റേറ്റ്മെന്റും ഈ അടുത്തിടെ വൈറലായല്ലോ. അപ്പൊ എന്തായാലും തുർക്കി ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ആയുധങ്ങൾ കൊടുത്തിട്ടില്ല എന്നാണ്. അതായത് ഒന്നുകിൽ തുർക്കി ആയുധം കൊടുത്തിട്ടുണ്ടാകും, പക്ഷേ ഭയന്നിട്ട് പറയാത്തതാണ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ കൊടുത്തു കാണില്ല. ഇത് തന്നെയാണല്ലോ സാധ്യത. പക്ഷെ ഇവിടെ രണ്ടാണെങ്കിലും തുർക്കിയുടെ ദൗർബല്യമാണ് തെളിയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നു, തുർക്കിക്ക് വാചകം അടിക്കാനേ പറ്റൂ. അവർക്കൊരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ പാകിസ്ഥാനെ പോയി അങ്ങ് സഹായിക്കാനോ പറ്റില്ല. യുദ്ധം തുടങ്ങിയാൽ അവർ മുങ്ങും. അഥവാ ഇനി ആയുധം വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ യുദ്ധത്തിന് മുമ്പേ കൊടുക്കാൻ പറ്റുള്ളൂ. അതങ്ങ് തുറന്ന് പറയാനും പറ്റില്ല. കാരണം തുർക്കിക്ക് പരിമിതമായി മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാൻ പറ്റൂ. ഒന്നുകിൽ നാറ്റോയുടെ പുറത്ത് പോകണം. നാറ്റോയിൽ നിന്നുകൊണ്ട് നാറ്റോയിലെ നിയമങ്ങൾക്കെതിരായിട്ട് തുർക്കിക്ക് പോകാൻ പറ്റില്ല. ഒപ്പം തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ വല്ലാതെ പിണക്കുന്നതും ബുദ്ധിയല്ല എന്ന് തുർക്കിക്ക് നന്നായിട്ടറിയാം. പാകിസ്ഥാനുമായിട്ടുള്ള ചങ്ങാത്തമൊക്കെ നല്ലതാണ്. അത് പലപ്പോഴും പാകിസ്ഥാന് വേണ്ടിയിട്ട് അവർ തീരുമാനങ്ങൾ എടുക്കുന്നു, നിലപാടെടുക്കുന്നു, ഒക്കെ ശരിയാ. പക്ഷേ ഇന്ത്യ അങ്ങനെ പൂർണ്ണമായി പിണക്കി കഴിഞ്ഞാൽ അതും വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് തുർക്കിക്ക് അറിയാം. അതുകൊണ്ടാണ് തുർക്കി ഇപ്പോൾ ഒരു മലക്കം പറഞ്ഞിരിക്കുന്നത്, നമ്മളിപ്പോൾ ആയുധമൊന്നും കൊടുത്തിട്ടില്ല, എൻ്റെ പൊന്നു ചേട്ടന്മാരെ, ഞങ്ങൾ ജീവിച്ചു പൊക്കോട്ട്, ഞങ്ങളെ കഞ്ഞിയിൽ പാറ്റ വാരി ഇടരുത് എന്ന് ഇപ്പോൾ തുർക്കി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ ഡിഫൻസ് റിലേഷൻസ് ഒക്കെ ഉണ്ട്. പാകിസ്ഥാന്റെ നേവിയെ അടക്കം ഡെവലപ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനെ ശക്തമാക്കുന്നതിനൊക്കെ ആയിട്ട് തുർക്കി സഹായിക്കുന്നുണ്ട്. ഡ്രോൺ ടെക്നോളജിയുടെ കാര്യത്തിലും തുർക്കി സഹായിക്കുന്നുണ്ടെന്നാണ് സൂചന. ഇനി വേറൊരു സംശയം, ഈ പാകിസ്ഥാന്റെ മിലിറ്ററി ജനറലിനെ കാണാനില്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തെ കാണാനില്ല എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ. ചിലപ്പോൾ പാകിസ്ഥാനിലെ മിലിറ്ററിയിലെ നമ്മുടെ ജനറൽമാരും ചീഫും എല്ലാവരും കൂടെ അവരുടെ കുടുംബാംഗങ്ങളെ ഈ കാർഗോ ഷിപ്പിൽ കയറ്റി തുർക്കിയിലോട്ട് വിട്ടോന്നും അറിയില്ല. നമുക്ക് അറിയത്തില്ലല്ലോ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് വിട്ടോന്നും അറിയത്തില്ല, പേടിച്ചിട്ട്. ഇവർ കയറിപ്പോയോന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു കാർഗോ ഷിപ്പ് വന്നതും അവിടെ നടന്നതും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഒന്നിപ്പോൾ നമുക്ക് വ്യക്തമായിട്ടറിയാം, തുർക്കി ഭയന്നിരിക്കുകയാണ്. തുർക്കിക്ക് തുറന്ന് പറയാൻ പോലും ധൈര്യമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.